അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ, സുഖം തന്നെയാണല്ലേ? അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇന്ന് 23ാമത്തെ പാഠമാണ്. എല്ലാവരും നിങ്ങളുടെ ചങ്ങാതി നിങ്ങളുടെ കൂടെ ഇല്ലേ? റമദാൻ ചങ്ങാതി നിങ്ങളുടെ കൂടെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ റമദാൻ ചങ്ങാതിയുടെ കൂടെയും ഉണ്ടാകണം. നിങ്ങളുടെ കൂടെയും നിങ്ങൾ റമദാൻ ചങ്ങാതിയുടെ കൂടെയും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അതോടൊപ്പം മറ്റൊരു കാര്യം, ഇനി റമദാൻ കഴിഞ്ഞാൽ റമദാൻ ചങ്ങാതി നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ റമദാൻ ചങ്ങാതി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് നന്മകളുണ്ടല്ലോ. ആ നന്മകളെല്ലാം മുറുകെ പിടിക്കൂലേ? ഇല്ലേ? ഇൻഷാ അല്ലാ അതേ എന്ന് കമൻ്റ് ഇടൂ. കള്ളം പറയരുത്. അപ്പോൾ എന്തായാലും റമദാൻ ചങ്ങാതി നമുക്ക് പഠിപ്പിച്ചൊരുപാട് സൽഗുണങ്ങളുണ്ട്, നല്ല സ്വഭാവങ്ങളുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പകർത്തണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമെന്ന് അങ്ങേറ്റത്തെ വിശ്വാസത്തോടുകൂടി അതേ ഇൻഷാ അല്ലാ എന്ന് കമൻ്റ് ഇട്ടോളി കേട്ടോ. കള്ളമാകരുത്. ഞാനിപ്പോൾ റമദാൻ ചങ്ങാതി എന്തൊക്കെ പറയുന്നുണ്ട്, ഞാനതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഓക്കെ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാലോ, അതേ ഇൻഷാ അല്ലാ പറഞ്ഞാലോ കള്ളമാകൂല്ലേ? നേരെ മറിച്ച് എനിക്ക് സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും റമദാൻ ചങ്ങാതി പഠിപ്പിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ അതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന അങ്ങേറ്റത്തെ ആ ഒരു ചിന്തയോടുകൂടി, നല്ലൊരു ചിന്തയോടുകൂടി ആകണം നിങ്ങൾ കമൻ്റ് ഇടേണ്ടത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൊഴിമുത്തുകൾ. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ര. അഥവാ നോമ്പ് തുറക്കാൻ നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസ് വിരൽ ചൂണ്ടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നോമ്പ് തുറക്കുന്നതിൽ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും. അഥവാ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണമെന്നുള്ളതാണ്. ഒരാൾ ഇങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടി, ഒരു വയസ്സായ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ധൃതി കാണിച്ചു, ബാങ്ക് കൊടുക്കാനായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരു കുട്ടി പറയാണ്, ഓ തീറ്റ കൊതിയെന്ന്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നാമത് മുതിർന്ന വ്യക്തിയല്ലേ, മുതിർന്നവരെ ബഹുമാനിക്കണം എന്നല്ല പഠിച്ചത്. എന്നിട്ട് ഈ കുട്ടി തീറ്റ കൊതി എന്ന് പറയാണ്. അദ്ദേഹത്തിന് തിന്നാന് ധൃതി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ? പ്രവാചകന് പഠിപ്പിച്ചത് കൊണ്ടല്ലേ. എപ്പോൾ? നോമ്പ് തുറക്കുമ്പോൾ കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ ഭക്ഷണം കഴിക്കണം. അതിൽ നമ്മൾ ധൃതി കാണിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില കുട്ടികളെ കൊണ്ട് ബാങ്ക് കൊടുത്താലും ഇങ്ങനെ കുറേ നേരം എന്നിട്ട് ഞാൻ ഇത്ര നേരം വിശന്ന് നിന്ന ഇനി കുറച്ചു നേരം കൂടി വിശന്ന് നിൽക്കാൻ, ഒന്നും കഴിക്കാതെ നിൽക്കാനൊക്കെ എന്നെ കൊണ്ട് കഴിയും എന്നൊക്കെ പറഞ്ഞാൽ മോൻ വലിയ സംഭവം പോലെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നല്ല ആളുകൾ അങ്ങനെയല്ല ചെയ്യുക. നല്ല ആളുകൾ ബാങ്ക് കൊടുത്ത ഉടനെ ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ്. ഇനി ഭക്ഷണം കഴിക്കുന്നതിൽ ധൃതി കാണിക്കരുത്. ചില ആളുകളൊക്കെ ബാങ്ക് കൊടുത്ത ഉടനെ ആപ്പിളും മുന്തിരിയും എല്ലാം വായിലിട്ട് ഇങ്ങനെ നിറച്ചിട്ടൊക്കെ, അങ്ങനെ നോമ്പ് തുറക്കാനല്ല പറഞ്ഞത്. നേരെ മറിച്ച് ബാങ്ക് കൊടുത്ത ഉടനെ ഭക്ഷണം കഴിക്കണം എന്നതാണ് ഈ ഹദീസിൽ നമുക്ക്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ എല്ലാവരും കൃത്യമായി നമസ്കാരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഖുർആൻ പാരായണമൊക്കെ ഉണ്ടോ? കഴിഞ്ഞ 22ാമത്തെ പാഠത്തിലെല്ലാം കൃത്യമായിട്ട് കളറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? കളറ് കൊടുക്കൽ മാത്രമാണോ? കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കുട്ടികളാണ്. ഇനി ഇന്ന് നമ്മൾ പഠിക്കാനുള്ള അന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഖുർആനിലെ വലിയ ആയത്ത് ഏതാണ്? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം പറയട്ടെ? എല്ലാവരും പെൻസിലൊക്കെ എടുത്തില്ലേ എഴുതാന്? ഉത്തരം എഴുതേണ്ട കള്ളിയിൽ ഉത്തരം എഴുതണം കേട്ടോ. എന്താണ്? ആയത്തുദ്ദൈൻ അതാണ് ഏറ്റവും വലിയ ആയത്ത്. ആയത്തുദ്ദൈൻ കണ്ടിട്ടുണ്ടോ? ചില കുട്ടികളൊന്നും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നിട്ടോ അവരാദ്യത്തെ കള്ളിയിലൊക്കെ കളറ് കൊടുത്തിട്ടുണ്ട്. ബക്കറൊക്കെ തീർന്നിട്ടുണ്ട് എന്നാണ് അവർ കളറ് കൊടുത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കിയിട്ടില്ല ഏതാണ് ആയത്തുദ്ദൈൻ എന്നുള്ളത്. അവർ മനസ്സിലാക്കിയിട്ടുള്ള ചില കുട്ടികൾ. നിങ്ങൾക്ക് ആയത്തുദ്ദൈൻ കാണണോ? എല്ലാവരും ഒന്ന് ഖുർആൻ എടുക്ക്. പെട്ടെന്ന് എല്ലാവരും ഖുർആൻ എടുത്തോ? ഓക്കെ. ഇനി ഖുർആനിലെ 48ാമത്തെ പേജ് 48ാമത്തെ പേജ് എടുത്തോളി. ഭൂരിഭാഗം ഖുർആനിലും അതേ ഒരു പേജിലാണ് ആയത്തുദ്ദൈൻ ഉള്ളത്. 48ാമത്തെ പേജ് എല്ലാവരും എടുത്തോ? എല്ലാവരും എടുത്തില്ലേ? 48ാമത്തെ പേജില് 282ാമത്തെ ആയത്ത് കണ്ടോ? കുറച്ചുള്ളൂ. എത്ര വരിയുള്ളത്? 4 വരിയാണോ? എത്ര വരിയുള്ളത്? ഒരു പേജിന്റെ ഒരു ഭാഗം മുഴുവനും ഒറ്റ ഒരായത്താണ് അല്ലേ? ഈ ആയത്തിന്റെ പേരാണ് ആയത്തുദ്ദൈൻ. സൂറത്തുൽ ബഖറയിലെ 282ാമത്തെ ആയത്താണിത് കേട്ടോ. അതാണ് ഉത്തരം. നിങ്ങൾക്ക് ഉത്തരമായിട്ട് 2 രീതിയിൽ എഴുതാം. ഒന്ന് ആയത്തുദ്ദൈൻ എന്ന് എഴുതാം. സൂറത്ത് ബഖറയിലെ 282ാമത്തെ ആയത്താണ് എന്നും എഴുതാം ഇൻഷാ അല്ലാഹ്. ഇത് മറ്റുള്ള ക്വിസുകളിലൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഹിഫ്ളാക്കി വെക്കുക. ഒരിക്കലും മറക്കരുത്. ആയത്തുദ്ദൈൻ എന്ന് ചോദിച്ചാൽ എത്രാമത്തെ ആയത്താണെന്ന് ചോദിച്ചാൽ 282ാമത്തെ ആയത്ത്. ഏറ്റവും വലിയ ആയത്ത് ഏതാണ്? ആയത്തുദ്ദൈനാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളാണ്. അള്ളാഹു നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നല്ല കുട്ടികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ എന്നെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.